നേട്ടങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യത്യസ്ത മേഖലകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം. ഏതെങ്കിലും ഒരു രംഗത്ത് മാത്രമല്ല, സകല മേഖലയും നമ്മുടെ കേരളത്തിൽ മുന്നേറണം. ആ മുന്നേറ്റം ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല എന്നും നല്ല തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് ഒരു നവകേരളം സൃഷ്ടിക്കേണ്ടത് ഇന്നോ നാളെയല്ല. ആ നവകേരളം സൃഷ്ടിക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടുണ്ടാക്കേണ്ടത് ഒരു 25 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കേരളം എങ്ങനെയായി മാറും. അതായത് നാളത്തെ മാറ്റം മാത്രമല്ല, ലോകം മാറുന്നതിനനുസരിച്ചുകൊണ്ട്, നമ്മുടെ സമൂഹം മാറുന്നതനുസരിച്ചുകൊണ്ട് നമ്മുടെ കേരളവും മാറും. അതുകൊണ്ടാണ് ഒരു ഫലപ്രദമായി നടപ്പിലാക്കുന്ന നമ്മുടെ ജില്ലയിലെ മന്ത്രി കെ.എൻ. ബാലഗോപാലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യശോദ ബീവി. അടുത്തതായി വ്യവസായ വകുപ്പ് മന്ത്രി, അദ്ദേഹം പോയി കഴിഞ്ഞു. വ്യവസായത്തിന് ഒരു പുത്തൻ മാനം നൽകിക്കൊണ്ട് വികസനത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പി രാജീവ് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് ആദരവ് നൽകിയിട്ടുണ്ട്. നൽകിയത് ശ്രീമതി വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കും. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് അതുവഴി തൊഴിൽ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അത് കൃത്യമായി നിർവഹിച്ചു പോകുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് എന്ന് അടുത്ത കാലത്ത്. ഇത് നവകേരള സദസ്സിന്റെ മാത്രമായ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഭാവി സുരക്ഷിതമാണ് എന്ന സന്ദേശവും ഇതിലൂടെ ഉയരുകയാണ്. കാരണം ഒരുമയോടെ ഐക്യത്തോടെ നീങ്ങുന്ന ജനതയുള്ള ഒരു നാടിനെ ആർക്കും തകർക്കാനാവില്ല. അത്തരമൊരു നാട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. അതാണ് ഈ നവകേരള സദസ്സിൻ്റെ